ഇന്ന് 2025 ജനുവരി മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് ഇന്ന് 14-ാം തീയതി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത്. നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് ഈ ദിവസത്തേത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധിയുള്ളത്. ശബരിമലയിലെ മകരവിളക്ക്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശിവേലി എന്നിവയും ഇന്ന് തന്നെയാണ്. രണ്ടാമതായി സംസ്ഥാനത്ത് സ്വാമി സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് 2025 ജനുവരി മാസത്തിലെ സ്വാമി സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക തുക ഇപ്പോൾ നൽകി വരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ മാർച്ച് മാസത്തിന് മുൻപായി കുടിശ്ശികയായി നിൽക്കുന്ന സ്വാമി സുരക്ഷാ പെൻഷനിലെ 1600 രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ അത് ജനുവരി മാസത്തിൽ അതിൻ്റെ വിതരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഫെബ്രുവരി മാസത്തിൽ പുതിയ ബജറ്റ് അവതരണം അടക്കമുള്ള കാര്യങ്ങളും സ്വാമി സുരക്ഷാ പെൻഷൻ നേരിയ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയൊക്കെയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ 2024 കുടിശ്ശികയായി നിൽക്കുന്ന 5 മാസത്തെ സ്വാമി സുരക്ഷാ പെൻഷനിലെ ഒരു ഗഡു 2025 മാർച്ച് മാസത്തിന് മുൻപുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ വിതരണം ഒരുപക്ഷെ ജനുവരിയിൽ ഉണ്ടാവുകയാണ് എങ്കിൽ ജനുവരിയിൽ സംസ്ഥാനത്ത് സ്വാമി സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 3200 രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. സ്വാമി സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ ലഭിക്കുന്ന സമയത്ത് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് ജനുവരി 15-ന് നടക്കാനിരുന്ന UGC നെറ്റ് പരീക്ഷ മാറ്റി. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ജനുവരി 16-ന് നടക്കാനിരുന്ന പരീക്ഷയിൽ മാറ്റമില്ല എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ജനുവരി 15-ന് രാവിലെ സംസ്കൃതം, ജേർണലിസം, ജാപ്പനീസ്, പെർഫോമിംഗ് ആർട്ട്, ഇലക്ട്രോണിക് സയൻസ്, നിയമം തുടങ്ങിയ വിഷയങ്ങളിലും വൈകുന്നേരം മലയാളം, ഉറുദു, ക്രിമിനോളജി, കൊങ്കണി, പരിസ്ഥിതി ശാസ്ത്രം എന്നീ വിഷയങ്ങളിലുള്ള പരീക്ഷകളാണ് നടക്കേണ്ടിയിരുന്നത്. ഈ പരീക്ഷകളാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. 16-ാം തീയതി പ്രഖ്യാപിച്ച പരീക്ഷകൾ അതേ രീതിയിൽ തന്നെ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് 2025 ജനുവരി മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. റേഷൻ വാങ്ങാത്ത ആളുകൾ ഇപ്പോൾ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നീല, വെള്ള കാർഡുടമകൾക്ക് സ്പെഷ്യൽ അരി വിഭാഗത്തിൽ കൂടുതൽ അരി വിതരണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് 2025 ജനുവരി മാസം. ഇതിൽ വെള്ള കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് 6 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട്. നീല കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് 3 കിലോഗ്രാം അരി 10 രൂപ 90 പൈസ നിരക്കിൽ അധികമായി, അതായത് ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി 4 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നതിന് പുറമെ ലഭിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇതാദ്യമായി 86 പിന്നിട്ടു. 86 രൂപ 27 പൈസയിലാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത്. ഇന്ത്യയിൽ നിന്നുള്ള വിദേശ നാണ്യത്തിൻ്റെ ഒഴുക്കും മറ്റ് രാജ്യങ്ങളിലെ വിപണിയിൽ ശക്തിപ്പെട്ടതും രൂപയുടെ മൂല്യത്തെ ഏറെ ദിവസങ്ങളായി സ്വാധീനിക്കുന്നുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.